ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. വേറെ എവിടെയുമല്ല, വീടിനടുത്ത് തന്നെയുള്ള കരിങ്ങാലിപ്പുഞ്ച എന്ന് പറയുന്ന പുഞ്ചയിലേക്കാണ് ഇന്നത്തെ യാത്ര. മഴയും വെള്ളക്കെട്ടും ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നതും. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ഇവിടെ. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല എന്ന് ആദ്യം തന്നെ തോന്നി. കാരണം അപ്പുറത്ത് വെള്ളം, ഇപ്പുറത്ത് റോഡ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മീൻ പിടിക്കൽ എൻ്റർടൈൻമെൻറ്റിനുള്ള അവസരം ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ തന്നെ മറ്റൊരപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. ഇതാണ് കരിങ്ങാലിപ്പുഞ്ചയുടെ മറ്റൊരു സൈഡ്. ഇവിടെ അത്യാവശ്യം നമുക്ക് സേഫായിട്ട് തന്നെ ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. വെള്ളം ചെറുതായിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് കയറുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പോയ സമയത്ത് വലിയ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഉപകാരമായിരുന്നു. ഒരു സൈഡ്, രണ്ട് സൈഡിൽ വെള്ളവും നടുക്ക് ഒരു വേയുമാണ് ഉള്ളത്. നിന്നെ ഞാൻ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കും, നീ മൂത്രം ഒഴിക്കാൻ പോയ. വഴിയിൽ ചില ഇടങ്ങളിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് അവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ ആകുമ്പോൾ വലിയ ഒഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പാലം പോലെ ഒരു സംഭവം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേരും ഹാപ്പിയായി. നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് അങ്ങനെ നല്ല ഒഴുക്കുള്ളത് കൊണ്ട് അവർക്കൊരു മീൻ പിടിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, പിള്ളേരായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അവർ മീൻ പിടിക്കുകയാണ്. ഫൈസുക്കുട്ടൻ എവിടെ വെള്ളം കണ്ടാലും അവിടെ എല്ലാം ചൂണ്ടയിടുകയാണ് ഗൈസ്. അവിടെ കണ്ട മറ്റൊരു കാഴ്ചയെന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് സംഭവം എന്നറിയില്ല. എങ്കിലും ഒരു വാഴയിലക്കകത്ത് കുറച്ച് വെറ്റ, അതിൻ്റെ മുകളിൽ കുറച്ച് പാക്ക്, അങ്ങനെ കുറേ സംഭവം. അങ്ങോട്ട് പോയ അവസ്ഥയേക്കാളും കൂടുതലുണ്ട് വെള്ളം. ഇഷ്ടംപോലെ കെട്ടായി. ഞങ്ങൾ അവിടെ പോയിട്ട് മീനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ട് മീനുകളെ ഒന്നും അവിടെ നിന്ന് കിട്ടിയില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ചേട്ടന്മാർ അവിടെ നിന്ന് മീനെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണ് എന്ന് ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. അപ്പോഴാണ് അവിടെ ഒരു മീനെ അവർ പിടിച്ചിട്ടത് കണ്ടത്. അത് വിരാലാണ്. വിരാലും എന്ന് പറയുന്ന മീനാണ് അവർ പിടിച്ചിട്ടേക്കുന്നത്. അവരിപ്പോഴും മീനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് സെറ്റപ്പ് ഒരു ചൂണ്ടയൊക്കെയാണ്. മീനെ മാറ്റാൻ പറ ചേട്ടന്മാരോട്. മാറ്.
അല്ല ഞങ്ങളങ്ങനെ അവിടുന്ന് തിരിച്ച് നടന്ന് നമ്മൾ ആദ്യം വന്നിറങ്ങിയ പ്ലേസിലേക്ക് വന്നു. ആ വന്നിറങ്ങിയ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ആളുകളൊക്കെ നിന്ന് മീൻ പിടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പതുക്കെ ഒന്ന് നടന്നതാണ്. പക്ഷേ അവിടുത്തെ വെള്ളം കാരണം അവിടുത്തെ വെള്ളം കുറച്ച് ആഴമുള്ളത് നടക്കെ ആഴം കൂടി വന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് സ്കൂട്ടായി. അങ്ങനെ തിരിച്ച് ഞാൻ നിന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല സീനറിയാണ്, ഫോട്ടോ എടുക്കാൻ നല്ല ബെസ്റ്റ് പ്ലേസ് തന്നെയാണത്. അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ഞാനും എൻ്റെ പ്രിയതമനും. ഞങ്ങളുടെ മക്കൾസൊക്കെ ഫുൾ എൻജോയ് ചെയ്തു. അവർക്ക് കളിക്കാനുള്ള അവസരം കിട്ടി, മീനെ പിടിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ അവർ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു, അവർ ഫുൾ ഹാപ്പി ആയിരുന്നു. അവർ ഇത് നിന്ന സ്ഥലത്തിലേക്ക് വീണ്ടും തിരിച്ചൊന്ന് പോയപ്പോൾ ആ ചേട്ടന്മാർക്ക് നല്ല ചാകരയായിരുന്നു. കുറേ മീനുകളെ അവർക്ക് വീണ്ടും കിട്ടി. പൈസ കൂട്ടർ അതിനെ പോയി തൊട്ട് നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ കണ്ടോണ്ടാ അന്ന് അവിടെ മീനെ പിടിക്കാൻ വന്നവർക്കൊക്കെ മീൻ കിട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾക്കും കിട്ടി ഒരു ബരാലിനെ. സനാഹ് അങ്ങനെ ബരാലിനെയുമായിട്ട് ഗമയിൽ നടന്ന് വരുന്നുണ്ട്. ചൂണ്ടയുമായിട്ട് കുറേയധികം സമയം ചിലവിട്ടതുകൊണ്ടായിരിക്കണം അവർക്ക് കഷ്ടം തോന്നി അവർ ഞങ്ങൾക്ക് തന്ന മീനാണിത്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോൾ യാത്രയാവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. ബൈ. അങ്ങനെ ഞങ്ങൾ പിടിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.